بسم الله الرحمن الرحيم. ألا إن أولياء الله لا خوف عليهم ولا هم يحزنون. وأهل أمة سيدنا ومولانا محمد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا أمام الله يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم وأهل أمة سيدنا ومولانا محمد. ഇൻഷാ അല്ലാഹ് നമ്മളെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ നല്ല നിലക്കുള്ള പ്രാവശ്യങ്ങളും നമുക്ക് കേൾക്കാനുള്ള അയക്കുന്ന നല്ല സന്തോഷവാസമുള്ള അയക്കുന്ന ആഖിറത്തിനെ പറ്റിയുള്ള അയക്കുന്ന എല്ലാ വിഷയങ്ങളും നല്ല നിലക്ക് നമ്മൾ കേട്ടു കഴിഞ്ഞു. നമുക്ക് ഇൻഷാ അല്ലാഹ് 7 മണിക്കൂർ കണക്കിൽ കേൾക്കട്ടെ ഉണ്ടായിരുന്നു. പക്ഷേ ഉസ്താദിനെ ചമ്മാട് ദർസിൽ സുബഹിക്ക് പറ്റി എത്തണം. അതിനാണ് തിരക്കിൽ 10 മണിക്കൂർ പുറപ്പെട്ട് പിന്നെ 11:30 ഉസ്താദിന് കാസർഗോഡ് ട്രെയിനാണ് ആയതുകൊണ്ട് തിരക്കിൽ അർജന്റ് പോയത് മാഷാ അല്ലാഹ് വന്ന് എത്തിയതും കണ്ടതും ദ്വാരുന്നതും നമുക്ക് വലിയ സന്തോഷം, ഒരു ഭാഗ്യമാണ്. ഇനിയും നമ്മളെ ഉസ്താദ് നാട്ടിലൊക്കെ വന്ന് നല്ല നിരക്കുള്ളയക്കുന്ന പ്രശ്നങ്ങളും ദ്വാനും കേൾക്കാനുള്ള അയക്കുന്ന യോഗ്യ ഭാഗ്യം ആയുസും നമുക്ക് എല്ലാവർക്കും അല്ലാഹ് തരട്ടെ. ഉസ്താദിനും അല്ലാഹ് കൊടുക്കും. ഉസ്താദ് ആരോഗ്യ ആഫിയത്ത് അല്ലാഹ് കൊടുക്കട്ടെ. നമ്മൾക്കുള്ള അയക്കുന്ന സുന്നത്തെ മാതൃക്കുള്ള അയക്കുന്ന മക്കള് പിന്നെ നമ്മൾ എല്ലാവരും ഉസ്താദിനെ ഒന്ന് ഇങ്ങോട്ട് വിളിക്കാനും വരുവാനും ഉസ്താദിന് പ്രാർത്ഥന നമ്മൾക്ക് കൂടാനും നല്ല വാക്കുകളെ ഒക്കെ കേൾക്കാനുള്ള അയക്കുന്ന യോഗ്യം ഞമ്മക്കും അല്ലാഹു ഇത് തരുമാറാകട്ടെ എന്നാണ് ഞാൻ അറിയിച്ചു തരുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾക്കുള്ള അയക്കുന്ന സംസാരം ജാസ്തി ഞമ്മൊന്നും പറയുന്നില്ല. ഇന്ന് ലണ്ണൊന്ന് കുറച്ച് ഒരു കുറഞ്ഞ നേരം ഒരു ദുആയോട് കൂടി നമുക്ക് ഇൻഷാ അല്ലാഹ് പിരിയാം. നാളെ എല്ലാം അവർക്കുള്ള അയക്കുന്ന ആവശ്യത്തിന് എന്തെങ്കിലും നയിക്കാനുള്ള അയക്കുന്ന എല്ലാം അവരുടെ സ്ഥലത്തേക്ക് എത്തണം. അപ്പോൾ കുറേ രാത്രി സംസാരിച്ച് ദ്വാരുന്നേരി നമുക്ക് നാളത്തെ ജീവിതത്തെ നമുക്ക് ബുദ്ധിമുട്ടാക്കുന്ന വേണ്ട. ഇൻഷാ അല്ലാഹ് അതിന് കുറഞ്ഞ സമയത്ത് കാമണിക്കൂറോ അരമണിക്കൂറിനുള്ളിലായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മൾക്കുള്ള അയക്കുന്ന മജ്‌ലിസ് പിരിയാം. അതോടുകൂടെ 1-2 വിഷയം നമുക്ക് അപ്പുറപ്പുറം ഒന്ന് അറിയാനുള്ള അയക്കുന്ന സംഗതി ഇൻഷാ അല്ലാഹ് നമ്മൾക്കുള്ള അയക്കുന്ന പള്ളി ഇവിടെ സ്ഥാപനമായി 49ാമത്തെ കൊല്ലമാണ്. ഇത്ര 49ാമത്തെ കൊല്ലത്തിലാണ് നമ്മൾക്കുള്ള അയക്കുന്ന ബാപ്പ സയ്യിദ് ഹസൻ തങ്ങൾ വന്ന് ഇവിടെ മുഹൂർത്ത ചെയ്തത് നമുക്ക് ഓർമ്മ കാണും. അന്ന് ഞാൻ ചെറിയ വയസ്സാണ്, പുത്തൂരിൽ പോകുന്ന കാലത്താണ്. നമ്മൾക്കുള്ള അയക്കുന്ന എ ബി ഉസ്താദ് എന്ന് പറയുന്ന നമ്മളെ കവകത്തുണ്ടായിരുന്നു. അയാൾ മഞ്ഞാണി ഉസ്താദിനെ അയക്കുന്ന ശിഷ്യനുമാണ്. മാത്രമല്ല ഇവിടെ റൂമുണ്ടായിരുന്നു. അതേപോലെ തന്നെ അയാൾക്കുള്ള അയക്കുന്ന ചങ്കാതി കല്ലകത്തെ പള്ളിന് ഇമാമാണ് ഉമ്പിച്ചി ഉസ്താദ്. ഉമ്പിച്ചി ഉസ്താദാണ് ആദുർഖാൻ അസമയിലാറെ ജ്യേഷ്ഠൻ. മൂപ്പർക്ക് അല്ലാത്ത പള്ളിയിലെ ഖത്തീബ. അപ്പോൾ ഓരോ 2 ആൾ ഒന്നായിട്ട് ഉസ്താദിൻ്റെ മഞ്ഞനയുടെ ഉസ്താദിൻ്റെ എല്ലാ റാത്തിബിനും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കൊണ്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന ഇസ്മാൽ രാജ എല്ലാക്കാരും എൻ്റെ വയസ്സിന് ശരിയാവുള്ളവരാണ്. ഇതല്ല എൻ്റെ അന്നത്തെ അയാളെ ഉപ്പാൻ്റെ ഇബ്രാഹിച്ചൻ്റെ ഉമ്മർച്ചൻ്റെ അന്ന് നടത്തി വന്ന പുത്താഴ്ച അന്ന് ഈ പള്ളി നടത്തിക്കൊണ്ട് വന്നത്. ഈ പള്ളിയുടെ സ്ഥലം കൊടുത്ത് നമ്മൾ കുളായിക്കുന്ന 50 ഇഞ്ച്. അല്ലാഹു തആല എല്ലാം പള്ളിക്ക് വേണ്ടി തുടിഞ്ഞവർ, പള്ളിക്ക് വേണ്ടി ഖിദ്മത്തെടുത്തവർ, പള്ളിക്ക് വേണ്ടി എത്രയോ സഹായിച്ചവർ, പള്ളിനെ ഇവിടെ വർപ്പിക്കാനുള്ള അയക്കുന്ന എത്രയോ ഭംഗം വന്നവർ മോണിച്ച് അടക്കാം. അതുപോലെ തന്നെ നമ്മൾക്കുള്ള അയക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട മഹാന്മാർ കഴിഞ്ഞു കിടന്ന് അയക്കുന്നവർക്ക് അല്ലാഹു തആല ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. ഇതെല്ലാം എനിക്ക് ഓർമ്മ വരുന്നു. അടുത്ത കൊല്ലം 50ാമത്തെ പ്രസംഗിക്കുന്ന സ്റ്റേജിൽ സട്ടിക്കാക്കുന്നതാണ്.
അപ്പൊ 50-ാമത്തെ കൊല്ലത്തെ അടുത്ത ഇൻഷാ അല്ലാഹ് ഇവിടെ വാർഷിക കുത്തിബത്ത് വാർഷിക തുടങ്ങിയിട്ട് ഈ പള്ളി തുടങ്ങുന്ന സമയത്താണ് അന്ന് നിയത്ത് വെച്ചുകൊണ്ട് തുടങ്ങിയത്. അപ്പൊ അന്നത്തെ കൊല്ലത്തായിരിക്കുന്ന ചെറിയ ഒരു ഇട്ടിക്ക കൊണ്ടുണ്ടാക്കിയതായിരിക്കുന്ന ഒരു പള്ളിയാണ്. പള്ളി ഇട്ടിക കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണെങ്കിലും അത് വലിയ ബാർപ്പുണ്ടാക്കിയതാണെങ്കിലും അള്ളാഹുവിന്റെ പള്ളി എന്ന് പറയുന്നത് പള്ളി തന്നെയാണ്. അള്ളാഹുവിന്റെ മരങ്ങൾക്കാക്കുന്ന ഒരു പള്ളിയായിട്ട് ഞാൻ ആക്കി കഴിഞ്ഞാൽ അവിടേക്ക് അവര് അള്ളാഹുവിന്റെ മരങ്ങളാണ്. എത്ര ചെറുത് കെട്ടി ഒരു വാലക്കൊണ്ടുണ്ടാക്കിയതാക്കി അതിന് മഹബൂബ് അള്ളാഹിനെ കളി ആക്കിയെങ്കിൽ അവിടേക്ക് അവര് അള്ളാഹുവിന്റെ മരങ്ങൾ. അപ്പൊ എന്നിരിക്കുന്ന സമയത്ത് അന്ന് ഉണ്ടാക്കിയതായിരിക്കുന്ന എൻ്റെ കാഴ്ച, അന്ന് കാണുന്നതായിരിക്കുന്ന എൻ്റെ അവസ്ഥ, അന്നത്തേതായിരിക്കുന്ന നാട്ടിന്റെ വിഷയം, അതുപോലത്തെ ഇപ്പൊ പ്രാർത്ഥന ചെയ്യുന്നത് പള്ളി സ്ഥലം നന്നാളും പള്ളിക്ക് വേണ്ടി ഉമൈദ് ചെയ്താളും നമ്മൾക്കുള്ളായിരിക്കുന്ന ദർക്കസ് അദ്ലിച്ച കാണുന്നതായിരിക്കുന്ന ഈ അദ്രമന്റെ ബാപ്പ, അതുപോലെ തന്നെ അമ്മദ് ഒരു കുടുംബവും ഇയാൾക്കുള്ളായിരിക്കുന്ന കാക്ക, അതുപോലെ തന്നെ നമ്മൾക്കുള്ളായിരിക്കുന്ന അദ്രമാജിന്റെ ബാപ്പയാണ് അമ്മദ്. ഇവരാണ് പള്ളിക്ക് സ്ഥലം തന്ന് അന്ന് ഇവിടെ പള്ളി ഉണ്ടായി. മാഷാ അല്ലാഹ്, റബ്ബിൻ ഖിയാമനാൾ വരെ അല്ലാഹു തആല നിലനിർത്തി തരുമാറാകട്ടെ. അപ്പൊ ഈ കാണുന്ന പള്ളി കുറച്ച് 10 കൊല്ലമായ നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് 10 കൊല്ലം ഈ പറമ്പിനുള്ളിലേക്ക് 15 കൊല്ലമായി പള്ളി ഉണ്ടാക്കിയിട്ട് എങ്ങനെയായിട്ടും നമുക്ക് കഷ്ടം വന്ന് കുറെ ബുദ്ധിമുട്ടാക്കി എല്ലാവരും കഷ്ടം വന്നിട്ട് ജമാഅത്തിൽപ്പെട്ട എല്ലാവരും ഇതിവിടെ നല്ലോണം ദുടിഞ്ഞിട്ടുണ്ട്, ഞാനടക്കം. അപ്പൊ ഇനി അടുത്ത കാലത്തൊക്കെ ഉള്ള ഒരു 50 കൊല്ലത്തേക്ക് നമുക്ക് ഇന്ന് പള്ളി വേണ്ട, നമ്മളെ മക്കളിൽ നിന്ന് ഭംഗം വരുന്നതൊന്നും വേണ്ട, ഇനി നിസ്കരിച്ചോട്ട് മാത്രം. അപ്പൊ അതിന്റെ 50-ാമത്തെ കൊല്ലം അടുത്ത കൊല്ലം അധികം നല്ല ഉസാറ്, നല്ല വയലിന്റെ ആളും നല്ല മജ്ലിസും ഇൻഷാ അല്ലാഹ് നമുക്ക് അല്ലാഹു തആല നടത്താനുള്ള നിങ്ങളെ ജമാഅത്തിൽപ്പെട്ട പ്രായമുള്ളവരും യുവാക്കളും എല്ലാവർക്കും ഹക്കിൽപ്പെട്ടവരാണ്. ഒരു ജമാഅത്തിൽപ്പെട്ടതായിരിക്കുന്ന ഒരു ജമാഅത്തിൽപ്പെട്ടതായിരിക്കുന്ന എല്ലാ പൊരക്കും ഓരോരോ ജമാഅത്തിന് ഇത്ര പൊരലിട്ടുണ്ടാവും. ഈ പൊരയിൽപ്പെട്ട നമുക്ക് എല്ലാവർക്കും ചെറുത് വലുത് എല്ലാവർക്കും നമ്മൾക്കുള്ള ഹക്കാണ്. ഒരു നാട്ടിലുള്ള അയക്കുന്ന ഒരു പള്ളി ഒരു മദ്രസനെ ആദരിക്കലും അതിന് മുന്നോട്ടെടുക്കലും അതിനെ അഭിവൃദ്ധിയാക്കണം, അത് നമ്മൾക്കുള്ള ഈമാന്റെ പെട്ടതാണ്. എന്നിരിക്കുമ്പോൾ നമ്മൾ ജമാഅത്തിൽപ്പെട്ട നമുക്ക് എല്ലാവർക്കും എപ്പോഴും എല്ലാ മാസം എല്ലാ ദിവസവും എല്ലാ മണിക്കൂറുകളും പള്ളിനെ അഭിവൃദ്ധിയാക്കലും ഖുർആനെ കൊണ്ടാടലും മദ്രസ കൊണ്ടാകലും കമ്മിറ്റി ജമാഅത്ത് എല്ലാവർക്കും അല്ലാഹു തആല ദീർഘമായിരിക്കുന്ന ബഹുമാനം ആയുസ്സും ആരോഗ്യം അല്ലാഹു വിട്ട് തരുമാറാകട്ടെ. അന്നത്തെ കാലത്തെ കാണുന്ന കഷ്ടത്തിന്റെ കാലമാണ്. ഇന്നത്തെ കാലം നല്ല വലിയ ഒരു അഭിവൃദ്ധമായിരിക്കുന്ന ഐശ്വര്യ സമയമാണ് ഇപ്പൊ. അന്ന് കാണുന്നതും ഇന്ന് കാണുന്നതും രാത്രി പകല. അന്ന് രാത്രി കാണുന്ന ആ സമയം ഇപ്പൊ നല്ല പകലായിട്ട് കാണുന്നതായിരിക്കുന്ന ഞങ്ങൾ ഈ ജമാഅത്ത് ഇവിടെ മാത്രമല്ല നാനാഭാഗത്തും അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് ദാരിദ്ര്യ കഷ്ട ബുദ്ധിമുട്ട് എവിടെയില്ല, എല്ലാ ഐശ്വര്യത്തിന്റെ ഭാഗമാണ്. നമ്മൾ ബഹുമാനപ്പെട്ട നമ്മളെ ഹക്കീം ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മൾ ചെയ്തത് നല്ലതാണ് നമ്മളെ കാക്കുന്നത്. നമുക്ക് തിരക്കൂല എന്തുമില്ല, തിരക്കും ഒരു മനുഷ്യൻ മരണപ്പെട്ടാൽ എല്ലാ തിരക്കും അവിടെ ബാക്കിയായി പോയി. അത് നമുക്ക് ഓർമ്മിക്കണം. ഉസ്താദിന്റെ ഓരോരോ വാക്ക് ഓരോരോ സംസാരം ഉസ്താദ് നമ്മുടെ കൂടെ കൊടന്ന് കേട്ടതായിരിക്കുന്ന ഇത് കേട്ടതായിരിക്കുന്ന നമ്മൾക്കുള്ളായിരിക്കുന്ന ഓരോരുത്തരുടെ ഹീമാനാണ്. അല്ലാഹു തആല എപ്പോഴും നമ്മളെ മനുഷ്യനെ ഉറപ്പിച്ചിരിക്കുവാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ എന്നോടുകൂടി ഇൻഷാ അല്ലാഹ് നമ്മൾക്കുള്ളായിരിക്കുന്ന നമ്മളെ നാട് വേണ്ട പോലെ സൗകര്യം വരാനുള്ള സൗകര്യം ഇപ്പൊ വാഹനപര സൗകര്യമുണ്ട്. അന്നത്തെ കാലത്ത് ഒരു സൗകര്യം ഇല്ല. ഇപ്പൊ നാലാഭാഗത്ത് അള്ളാഹുവിന്റെ റഹ്മത്തോടെ സൗകര്യം അള്ളാഹുക്ക് തന്നിട്ടുണ്ട്. എന്നും നല്ല അഭിവൃദ്ധിയായ നിലക്ക് മുന്നോട്ട് പോകാൻ അള്ളാഹു തആല ഔദ് തരുമാറാകട്ടെ. മാത്രമല്ല ഇതിലേക്ക് മേനത്താക്കിയതാക്കുന്നത് മരിച്ചു കിടക്കുന്ന എവിടെല്ലാം മരിച്ചു കിടന്നിട്ടുണ്ട് അവിടേക്കല്ല ഈ കാണുന്ന മജ്ലിസിന്റെ ബർക്കത്ത്, ഈ പള്ളി നടക്കുന്ന നിസ്കാരത്തിന്റെ ബർക്കത്ത്, ഇവിടെ മദ്രസ നടക്കുന്ന ഖുർആൻ പാരായണന്റെ ബർക്കത്ത്, അല്ലാഹു തആല അതിന്റെ ബർക്കത്ത് മരിച്ചവർക്കും ഹയാത്തുള്ളവർക്കും അല്ലാഹു തആല നമുക്ക് ഇട്ടു തരുമാറാകട്ടെ. പെണ്ണുങ്ങളെ ഭാഗത്ത് നല്ലൊരു ബക്കറ്റ് വരുന്നു.
ആ ബക്കറ്റ് ഇൻഷാ അല്ലാഹ് പെണ്ണുങ്ങൾ അവരവരുടെ ആവത് അനുസരിച്ചിട്ടുള്ള പൈസ ഇട്ട് കൊടുക്കി ഇവിടുന്ന് വെച്ച് ദുആ ചെയ്യാം. നിങ്ങളെ മുറാദ് എന്ത് അല്ലാഹ് അറിയുന്നവനാണ്. എന്ത് മുറാദ് ഉണ്ടെങ്കിൽ അറിയുന്നത് റബ്ബാ മനസ്സിൽ. അത് നല്ല നിയത്തോടു കൂടെ ഇട്ടോളി. ഇൻഷാ അല്ലാഹ് ഇവിടുത്തെ ദുആ നിങ്ങളെ മനസ്സിലേക്ക് അല്ലാഹു തആല തന്ന് ആ പ്രാർത്ഥന അല്ലാഹ് കബൂലാക്കട്ടെ. നമ്മൾ നിങ്ങൾക്കുള്ള എല്ലാ ഉദ്ദേശങ്ങളും ഹലാലായ ഉദ്ദേശങ്ങളെ അല്ലാഹു തആല പൂർത്തി തരുമാറാകട്ടെ. അപ്പൊ ഈ 45-ാമത്തുള്ളായിക്കുന്ന നമ്മൾക്കുള്ളായിക്കുന്ന വാർഷിക സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ റഹ്മത്ത് കൊണ്ട് പഠിച്ചവനെ ഒരു പള്ളി നിർമ്മിച്ചു കഴിഞ്ഞാൽ ഒരു മദ്രസ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അല്ലാഹുവിനെ തവക്കലാൻ. പള്ളിയിലുണ്ടായി കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ മലക്കൾ വന്ന് ഞമ്മ പള്ളിയിൽ വരുമ്പോ നമ്മളെ പേര് എഴുതുന്നുണ്ട്. നമ്മൾക്കുള്ളായിക്കുന്ന പേര് എഴുതി വെക്കുന്നു. മദ്രസയിൽ പഠിക്കുന്ന ഖുർആൻ പാരായണം ചെയ്യുന്ന മക്കള് സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ മലക്കൾ നമ്മ നാട്ടുകാർക്ക് വേണ്ടി ദ്വാരക്കുന്നു. ഞമ്മക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്യുന്നു. നമ്മൾ പ്രാർത്ഥന നമ്മളെ മക്കൾ പിഞ്ചും നമ്മളെ മക്കൾ വന്നുകൊണ്ട് മദ്രസയിൽ 1-ാം ക്ലാസ് മുതൽ 8-ാം ക്ലാസ്സോ അതിലെ 10-ാം ക്ലാസ്സോ അതിനെ ജാസ്തിയോ പഠിക്കുന്ന നമ്മളെ നാട്ടുകാർ നമുക്ക് യോജിച്ച് തന്നതായിരിക്കുന്ന നമ്മളെ ജമാഅത്ത് നിയമിച്ചത് നമ്മളെ കമ്മിറ്റിക്കാർ നിയമിച്ചത് നമ്മളെ പള്ളി മദ്രസ ജോലികള് മദ്രസ കിടാക്കൾ പഠനം നടക്കുന്നു. മുസ്ലിമിക്കുള്ള എല്ലാ തത്വങ്ങൾ പഠിക്കുന്നു. സുബ്ഹാനല്ലാഹ് അത് നമ്മളെ ജമാഅത്തുകാരിൽ പെട്ട് നമ്മളെ നാട്ടിലേക്ക് സുബ്ഹാനല്ലാഹ് അത് വലിയ ഒരു സ്വാലിഹായ അമലാൻ. പഠിച്ചവനെ അന്ത്യം തുടങ്ങിയതായിരിക്കുന്ന പള്ളി ഖിയാമു നാൾ വരെ നിലനിർത്തി തരണമേ റഹ്മാനെ. ഇൽമ കൊണ്ടും ദീന് കൊണ്ടും ഇസ്ലാമത്ത് കൊണ്ടും പഠിച്ചവനെ മുസ്ലിമുകൾക്കുള്ള എല്ലാ ആവശ്യങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾക്ക് നീ പൂർത്തിയാക്കി നിറവേറ്റി തരണമേ അല്ലാഹ്. ഞങ്ങളെ ജീവിതത്തിൽ കിട്ടുന്നത് ഇതാണല്ലോ സാലിഹായ അമലുകള്. മറ്റ് ബഹുമാനപ്പെട്ട മോമിനികളെ ആണുങ്ങളെ പെണ്ണുങ്ങളെ മനസ്സിലാക്കണം. നമ്മളെ ജീവിതത്തിൽ എന്തോ നല്ല ചെയ്യുന്നോ, എന്ത് നല്ലത് പറയുന്നോ, എന്ത് നല്ലത് ചെവിട് കൊണ്ട് കേൾക്കുന്നോ, എന്ത് നല്ല മൈൻഡ് കൊണ്ട് ചിന്തിക്കുന്നോ അതാണ് സ്വാലിഹായ അമലുകള്. സ്വാലിഹാമകള് നിസ്കാരം മാത്രമല്ല, ഖുർആൻ ഓതുന്ന മാത്രമല്ല, സദഖ കൊടുക്കുന്ന മാത്രമല്ല, സ്വാലിഹാമലെങ്കിൽ എത്ര ഒരുപാട് നമ്മൾ അറിയാത്തതുണ്ട് മക്കളെ. അത് എത്ര വില പറക്കുന്ന അളവട്ടെ. കണ്ണുകൊണ്ട് നല്ലത് നോക്കിക്കോ, വായ് കൊണ്ട് നല്ലത് പറഞ്ഞോ, ചെവിട് കൊണ്ട് നല്ലത് കേട്ടോ, മൈൻഡ് കൊണ്ട് നല്ലത് ചിന്തിച്ചോ. ഹലാലായ സാധനം ബൈക്ക് ബായിൽ കിട്ടോ, വയറ് നിറച്ചെത്തോ, നല്ല പേര് നടന്നു പോകിക്കോ. ഇതെല്ലാം സ്വാലിഹ അമലാൻ. പിന്നെയുമുണ്ട് സ്വാലിഹ അമലുകളെ. ഒരുത്തിനെ പൊരുത്തമില്ലാത്ത ഒരു സാധനം തൊടാൻ പാടില്ല, തിന്നാനും പാടില്ല. ബഹുമാനപ്പെട്ട മൊയ്തീൻ ശൈഖ് തങ്ങൾക്കുള്ള ബാപ്പായ ഇബ്നു തങ്ങളെ കണ്ടില്ലേ കേട്ടില്ലേ മനസ്സിലാക്കിക്കോ. ബഹുമാനപ്പെട്ട ഇബ്നു തങ്ങൾ പോയിന് കൂടി നടന്നു പോകുന്ന സമയത്ത് പൈപ്പിന്റെ കടുപ്പം കൊണ്ട്, ദാഹത്തിന്റെ കടുപ്പം കൊണ്ട് വെള്ളത്തിൽ പോക്കുന്ന ഒരു പയം കണ്ടു. പെറുക്കിയെടുത്ത് പോയി അതിനെ 3 കീറ്റാക്കുന്നു. 1 കീറ്റ് ബാഗിട്ട് കിടന്നോ. ആ ബാഗിട്ട് ഇട്ട് കിടന്ന കാരണം കണ്ട് മനസ്സിലാക്കുന്ന ബഹുമാനപ്പെട്ട തങ്ങളവരകളെ, ഇത് ആരെ ഹക്കാണ് ഞാൻ തിന്നത്, ആരെ ഹക്കാണ് ഞാൻ ബാഗിട്ട് പോയത് എന്ന് ചിന്തിച്ചുകൊണ്ട് ആ 3 കീറ്റിന്ന് 1 കീറ്റ് തിന്നതിന്റെ കാരണം കൊണ്ട് ആ പയന തിന്നത് ഏതൊരു മരത്തിന്റെ പയമാണത് എന്ന മരത്തിനെ തേടിക്കൊണ്ട് പോന്ന മനുഷ്യരൊക്കോ, ആണുങ്ങളെ പെണ്ണുങ്ങളെ, ഹക്ക് ഇടപാട് എന്താ? ബഹുമാനപ്പെട്ട വിസാദങ്ങൾ പോയി
ആ മരത്തിലെ ഉള്ള പറമ്പിൽ പോകുന്നു. ആ പുരക്കാരനെ വിളിക്കുന്നു, തേടുന്നു, ചോദിക്കുന്നു. ഞാനൊരു പഴത്തിന്റെ ഒരു കഷ്ണം തിന്നിട്ട് പോയിട്ടുണ്ട്, നിങ്ങൾ പൊരുത്തപ്പെടണോ? ഇസ്ലാം നോക്കി ആർക്കാണ് ഇസ്ലാം ഉള്ളത്? നമ്മ മുസ്ലിമല്ലേ? ബഹുമാനപ്പെട്ട ഇബിൻ സാധനങ്ങൾ മുസ്ലിമല്ലേ? അവർക്കും സ്വർഗത്തിൽ കിടക്കണ്ടേ, നമ്മൾക്കും സ്വർഗത്തിൽ കിടക്കണ്ടേ? നോക്കിക്കോ, മുസ്ലിമായ ഒരു മനുഷ്യന് ഹക്കിടവാ പൊരുത്തമില്ലാത്ത ഒരുത്തന്റെ ഒരു സാധനം തൊടാനും പാടില്ല, തിന്നാനും പാടില്ല. 24 മണിക്കൂർ നമ്മളെ വായ കൊണ്ട് ടൈം പാസിൽ സംസാരിക്കുന്നവനെ, കളവ് പറയുന്നവനെ സൂക്ഷിക്കണേ. ഇതാണ് ഞമ്മ സൂക്ഷിക്കണ സ്വാലിഹ് അമലാണ്. വായില് പറയുന്നതും സ്വാലിഹ് അമലാണ്, ചെവിട് കൊണ്ട് കേൾക്കുന്നതും സ്വാലിഹ് അമലാണ്, നമ്മ കണ്ടുകൊണ്ട് നോക്കുന്നതും സ്വാലിഹ് അമലാണ്. ഞമ്മ നടന്നു പോകുന്ന സമയത്ത് അല്ലാഹ് ഇഷ്ടപ്പെടാത്ത ഒന്നിനെ കണ്ടോ, ആ കണ്ട കാഴ്ചമല്ലാതെ കണ്ട് രണ്ടാമത് തിരിഞ്ഞും തുറഞ്ഞു നോക്കിയാൽ അത് ഇഷ്ടപ്പെടാത്ത കാര്യം അതും പാടില്ല. ഇതാണ് സ്വാലിഹ് അമലുകള്. ഉമ്മപ്പന്മാർ ഭയപ്പെട്ട് നടക്കുന്നത് 190% ആൾക്കാരെ ഉമ്മ പൊരുത്താന ഉമ്മ ഉപ്പാന്റെ പൊരുത്തം അനവധം സ്വീകരിക്കാത്തവരാ. ഞമ്മ നമസ്കരിക്കുന്നവരെ, ദാനധർമ്മ കൊടുക്കുന്നവരെ, വലിയ പേർ ഞമ്മ സക്കാത്ത് കൊടുക്കുന്നവരെ, മോനെ നമ്മൾ 1-ാമത്തെ അല്ലാഹ് ഖബൂൽ ചെയ്യുന്നതായിരിക്കുന്ന സ്വാലിഹ് അമല് ഉമ്മ ഉപ്പാന്റെ പൊരുത്തമാൻ, ഉമ്മ ഉപ്പാന്റെ പൊരുത്തമാൻ. അത് ഉമ്മ ഉപ്പ മരിച്ചാലും അവർക്ക് വേണ്ടി പ്രാർത്ഥന ചെയ്യണോ, അവർ മഖബറത്തിന് വേണ്ടി ദുആയിക്കണോ. ഇത് സ്വാലിഹ് അമലാണ്. എന്റെ ബഹുമാനപ്പെട്ടവരെ, അല്ലാഹുവിന്റെ അടുക്കൽ നമ്മൾ ജീവിക്കുമ്പോ നമ്മളെ കൊണ്ട് പലതും അറിഞ്ഞുകൊണ്ട് അറിയാതെ വന്നു പോയ ഒരുപാട് കുറ്റങ്ങളുണ്ട്, എത്രയോ ദോഷങ്ങളുണ്ട്. അല്ലാഹുവേ, നീ എല്ലാം മാഫ് ചെയ്തു തരണമേ അല്ലാ. ഞങ്ങളെ ശുദ്ധിയോടുകൂടെ മരിപ്പിക്കണമേ റബ്ബേ, ഞങ്ങളെ ശുദ്ധിയോടുകൂടെ മരിപ്പിക്കണമേ അല്ലാ. ഞങ്ങളെ ദോഷത്തോടുകൂടെ മരിപ്പിച്ചിട്ടുണ്ടല്ലാ. ഞങ്ങൾ ആയുസ്സിനിടെ ഒരുപാട് നല്ല ചെയ്തുകൊണ്ട് ഖുർആൻ കൊണ്ട് വല്ലാവിനേക്കുള്ളായിക്കുന്ന അള്ളാഹുവിന്റെ റസൂൽ തന്നെ കുറെ താരീഖുകൾ പറഞ്ഞു വെച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഞങ്ങളെ കൊണ്ട് വന്നു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളെ നീ മാഫ് ചെയ്ത് തന്നുകൊണ്ട് നല്ല ദിവസത്തില് നല്ല സാഹത്തില് അള്ളാഹുവിന്റെ റസൂൽ തന്നെ ബർക്കത്തിലെ കണ്ടുകൊണ്ട് മരിക്കുന്ന ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തരണമേ റബ്ബേ. ഞങ്ങൾ മരണപ്പെട്ടു പോയ ഉമ്മാന്റെ കുടുംബത്തിലേക്കും പാപ്പാന്റെ കുടുംബത്തിലേക്കും മഗ്ഫിറത്തിന് ഹിദായത്തിട്ട് കൊടുക്കണമേ അല്ലാഹ്. എവിടെല്ലാം മരിച്ചു കടന്നിട്ടുണ്ടോ, എവിടെല്ലാം പള്ളിപ്പറമ്പില് കടന്നിട്ടുണ്ടോ, അവർക്കുള്ളായിക്കുന്ന പാരമ്പര്യ മക്കള് ചോദിക്കുന്ന അക്കൽവാലിത്തിന് വേണ്ടിയുള്ളായിക്കുന്ന മഗ്ഫിറത്ത് അല്ലാഹ് നീ കബൂൽ ചെയ്യണമേ റബ്ബേ. അവർക്ക് ഹിദായത്തിട്ട് കൊടുക്കണമേ അല്ലാഹ്. ലോകം മുസ്ലിമീങ്ങൾക്ക് ഹിദായത്തിട്ട് തരണമേ അല്ലാഹ്. ഞങ്ങൾ മരിച്ചു വരും ഹയാത്തുള്ളവരെ നിന്റെ റഹ്മത്തിലെ കാവൽ ഞങ്ങൾക്ക് തരണമേ റബ്ബേ. ഞങ്ങളെ മക്കൾ ഞങ്ങൾക്ക് ദ്വാരക്കുന്ന മക്കളാക്കി തരണമേ അല്ലാഹ്. വിദേഹത്തിന്റെ മക്കളാക്കിട്ടല്ലാഹ്. ഇത്തിബാ റസൂലോടുകൂടെ ജീവിതം മക്കൾക്ക് ഞങ്ങൾക്കും തരണമേ അല്ലാഹ്. പഠിച്ചവനെ, ഞങ്ങളെ മക്കളെ കാണുമ്പോ ഈമാന്റെ മക്കളാക്കി തരണമേ അല്ലാഹ്. നല്ല എഡ്യൂക്കേഷൻ പഠിച്ച മക്കളാക്കി തരണമേ റഹ്മാനെ. ഖുർആൻ ദിവസം പാരായണ ചെയ്യുന്ന മക്കളാക്കി തരണ റഹ്മാനെ. കളവ് പറയാതെ ജീവിക്കുന്ന മക്കളാക്കി തരണ റഹ്മാനെ. അല്ലാഹുവിന്റെ ഭൂമിയിലകത്ത്
എത്ര ആൾക്കാർ തുടിയുന്നവരുണ്ട്, കച്ചവടം ചെയ്യുന്നവരുണ്ട്. സത്യസത്യത്തോടുകൂടെ നടക്കുന്നെങ്കിൽ അല്ലാഹു തആല മാതൃക കാണിച്ചിട്ടുണ്ട്. അള്ളാന്റെ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ കളവ് പറയുന്നവനക്കും കളവ് പറയാത്തവനേക്കും ഭൂമി അല്ലാഹ് നമുക്ക് തന്നിട്ടുണ്ട്. അവന്റെ ഇതിന് സിറാത്തുൽ മുസ്തഖീമായ വഴിയിൽ അല്ലാഹ് ഞങ്ങളെ നീ നേർവഴിയിലാക്കി തരണമേ അല്ലാഹ്.